ഇപ്പം ന്യൂസ് തുറന്നാൽ തന്നെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിറച്ച് ഡോക്ടർമാരെ പറ്റിയിട്ടുള്ള ഡോക്ടർ ആ മിസ്റ്റേക്ക് കാണിച്ചു, ഈ മിസ്റ്റേക്ക് കാണിച്ചു, ഈ നെഗ്ലിജൻസ്, ആ നെഗ്ലിജൻസ്, ഈ പിഴ, നിറച്ച് ഡോക്ടർമാരെ പറ്റിയിട്ടുള്ള വാർത്തകൾ ഇപ്പോൾ ഈ അടുത്തായിട്ട് ഒരുപാട് കൂടുതലായിട്ട് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മളെ പബ്ലിക് മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ രണ്ട് വാക്കുകളാണുള്ളത് അല്ലേ. അത് ഒന്ന് മെഡിക്കൽ നെഗ്ലിജൻസ്, സെക്കൻഡ് മെഡിക്കൽ കോംപ്ലിക്കേഷൻ. ഓക്കെ, ഇത് രണ്ടും എന്താണ്? അത് ഞാൻ ഒരു എക്സാമ്പിൾ ഉദാഹരണം വെച്ച് ഞാൻ പറയാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഒരു ആളുടെ ഒരു കത്തി വെച്ച് കയ്യിലെ ഞരമ്പ് മുറിഞ്ഞു പോയി, വിരൽ മടക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ ആ ഞരമ്പ് ഞാൻ പ്ലാസ്റ്റർ സർജറി ചെയ്ത് ഞരമ്പ് റിപ്പയർ ചെയ്തു, ആൾക്ക് വിരൽ മടക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് ആക്കി, ആ മുറിവിന് ഇൻഫെക്ഷൻ വന്നു. അത് ഒരു മെഡിക്കൽ കോംപ്ലിക്കേഷനാണ് അല്ലേ. ഇനി നേരെ മറിച്ച് ആ വിരൽ മാറ്റി എന്നിട്ട് വരെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതാണ് മെഡിക്കൽ നെഗ്ലിജൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇത് മെഡിക്കൽ കോംപ്ലിക്കേഷൻസ് പറഞ്ഞാൽ എല്ലാ സർജറിക്കും അത് ഡിസ്ക്രൈബ്ഡ് ആയിട്ട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മൾ എന്ത് സർജറി ചെയ്താലും കോംപ്ലിക്കേഷൻ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉണ്ട്. നിങ്ങൾ ഏത് ഹോസ്പിറ്റലിൽ ഏത് ഡോക്ടർ പോയി കഴിഞ്ഞാൽ എനിക്കടക്കം എനിക്ക് അതിൻ്റെ ഷെയർ ഓഫ് മെഡിക്കൽ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. പക്ഷേ കോംപ്ലിക്കേഷൻസ് ആണ് ഇപ്പോൾ പലപ്പോഴും നമ്മുടെ മീഡിയ ഔട്ട്ലെറ്റ്സും ജനറൽ പബ്ലിക്കും അത് കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നത്. ഓക്കെ, കോംപ്ലിക്കേഷൻസ് പണ്ട് കാലത്തുണ്ട്, ഇപ്പോഴുമുണ്ട്. അത് ഒരിക്കലും നമുക്ക് സീറോ ആക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ ഈ അടുത്തായിട്ട് ഈ കോംപ്ലിക്കേഷൻസ് പൊക്കിക്കൊണ്ട് പലപ്പോഴും പല ഡോക്ടേഴ്സിനെ ചില മെഡിക്കൽ സ്ഥാപനങ്ങളെ ടാർഗറ്റ് ചെയ്തതായിട്ട് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അത് ഐ ഫീൽ ഒരു മീഡിയം നമ്മുടെ ജനറൽ പബ്ലിക്കും അതിനെപ്പറ്റി ഒരു അവയർനെസ് ഡെവലപ്പ് ചെയ്യണം. കോംപ്ലിക്കേഷൻ ഒരിക്കലും സീറോ ആക്കാൻ പറ്റില്ല. നെഗ്ലിജൻസ് നെഗ്ലിജൻസ് നമ്മൾ പിടിക്കണം. നെഗ്ലിജൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ അതിനെ കറക്റ്റ് ആക്ഷൻ എടുക്കുകയും ചെയ്യണം, അതിനനുസരിച്ച് ഈ നടപടി എടുക്കുകയും ചെയ്യണം. പക്ഷേ കോംപ്ലിക്കേഷൻസ് എന്താണ്, നെഗ്ലിജൻസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഇപ്പം ന്യൂസ് തുറന്നാൽ തന്നെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിറച്ച് ഡോക്ടർമാരെ പറ്റിയിട്ടുള്ള ഡോക്ടർ ആ മിസ്റ്റേക്ക് കാണിച്ചു, ഈ മിസ്റ്റേക്ക് കാണിച്ചു, ഈ നെഗ്ലിജൻസ്, ആ നെഗ്ലിജൻസ്, ഈ പിഴ, നിറച്ച് ഡോക്ടർമാരെ പറ്റിയിട്ടുള്ള വാർത്തകൾ ഇപ്പോൾ ഈ അടുത്തായിട്ട് ഒരുപാട് കൂടുതലായിട്ട് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മളെ പബ്ലിക് മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ രണ്ട് വാക്കുകളാണുള്ളത് അല്ലേ. അത് ഒന്ന് മെഡിക്കൽ നെഗ്ലിജൻസ്, സെക്കൻഡ് മെഡിക്കൽ കോംപ്ലിക്കേഷൻ. ഓക്കെ, ഇത് രണ്ടും എന്താണ്? അത് ഞാൻ ഒരു എക്സാമ്പിൾ ഉദാഹരണം വെച്ച് ഞാൻ പറയാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഒരു ആളുടെ ഒരു കത്തി വെച്ച് കയ്യിലെ ഞരമ്പ് മുറിഞ്ഞു പോയി, വിരൽ മടക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ ആ ഞരമ്പ് ഞാൻ പ്ലാസ്റ്റർ സർജറി ചെയ്ത് ഞരമ്പ് റിപ്പയർ ചെയ്തു, ആൾക്ക് വിരൽ മടക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് ആക്കി, ആ മുറിവിന് ഇൻഫെക്ഷൻ വന്നു. അത് ഒരു മെഡിക്കൽ കോംപ്ലിക്കേഷനാണ് അല്ലേ. ഇനി നേരെ മറിച്ച് ആ വിരൽ മാറ്റി എന്നിട്ട് വരെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതാണ് മെഡിക്കൽ നെഗ്ലിജൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇത് മെഡിക്കൽ കോംപ്ലിക്കേഷൻസ് പറഞ്ഞാൽ എല്ലാ സർജറിക്കും അത് ഡിസ്ക്രൈബ്ഡ് ആയിട്ട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മൾ എന്ത് സർജറി ചെയ്താലും കോംപ്ലിക്കേഷൻ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉണ്ട്. നിങ്ങൾ ഏത് ഹോസ്പിറ്റലിൽ ഏത് ഡോക്ടർ പോയി കഴിഞ്ഞാൽ എനിക്കടക്കം എനിക്ക് അതിൻ്റെ ഷെയർ ഓഫ് മെഡിക്കൽ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. പക്ഷേ കോംപ്ലിക്കേഷൻസ് ആണ് ഇപ്പോൾ പലപ്പോഴും നമ്മുടെ മീഡിയ ഔട്ട്ലെറ്റ്സും ജനറൽ പബ്ലിക്കും അത് കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നത്. ഓക്കെ, കോംപ്ലിക്കേഷൻസ് പണ്ട് കാലത്തുണ്ട്, ഇപ്പോഴുമുണ്ട്. അത് ഒരിക്കലും നമുക്ക് സീറോ ആക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ ഈ അടുത്തായിട്ട് ഈ കോംപ്ലിക്കേഷൻസ് പൊക്കിക്കൊണ്ട് പലപ്പോഴും പല ഡോക്ടേഴ്സിനെ ചില മെഡിക്കൽ സ്ഥാപനങ്ങളെ ടാർഗറ്റ് ചെയ്തതായിട്ട് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അത് ഐ ഫീൽ ഒരു മീഡിയം നമ്മുടെ ജനറൽ പബ്ലിക്കും അതിനെപ്പറ്റി ഒരു അവയർനെസ് ഡെവലപ്പ് ചെയ്യണം.